നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ വരുത്തുന്ന ചില മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെ തിരുത്താം എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു പുതിയൊരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. മറ്റൊന്നല്ല, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. CSBൻ്റെ ഒരു എഡ്ജ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. 3 ലക്ഷം വരെ ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടും. 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത റുപ്പേ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മെർച്ചൻറ്റിന് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ എളുപ്പത്തിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും. കാർഡ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വൈഫൈ ഉള്ള കാർഡും ആക്റ്റീവ് ആവും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് സ്കാനർ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ട്രാവൽ, ഡൈനിങ്, ഹോട്ടൽ ഇതുപോലുള്ള സംഭവങ്ങൾക്കെല്ലാം 2% ക്യാഷ് ബാക്കും നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് 2000 രൂപ ഫസ്റ്റ് പേയ്മെൻറ്റ് നിങ്ങൾ അതിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 രൂപേൻ്റെ ക്യാഷ് ബാക്കും കൂടി കിട്ടും. അതാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എത്ര ശതമാനം റിട്ടേൺസ് എടുക്കണം എന്നുള്ളത് നമ്മൾ പ്രീ ഡിഫൈനായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ റിട്ടേൺസ് എത്രയാണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ 7% എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. ഇല്ലാന്നുണ്ടെങ്കിൽ 7% റിട്ടേൺസ് കിട്ടുന്നുള്ളത് പ്രീ ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് മിനിമം എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആളുകൾ നിക്ഷേപിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ആ പോർട്ട്ഫോളിയോ ഞാൻ എന്നും ഉറപ്പുവരുത്തും, എന്നും നിഫ്റ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് അറിയാലോ, അതിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺസ് കിട്ടുക എന്നുള്ളതാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റി വളർന്നിട്ടുള്ളത് 0.29% ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ വളർന്നിട്ടുള്ളത് 0.52%. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് പുതിയ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വരുന്ന ജൂലൈ 1-ാം തീയതി, അടുത്ത ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂലൈ 1-ാം തീയതി നിന്ന് ജൂലൈ 1-ാം തീയതി മുതൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ പുതിയതായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന 5 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്ന പോർട്ട്ഫോളിയോനെ പറ്റിയിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ജൂലൈ 1-ന്. ഞാൻ മാത്രമല്ല, നമ്മുടെ മെമ്പേഴ്സിലുള്ള ആളുകളെല്ലാം ഇതേ രീതിയിൽ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ അത്ര തന്നെ ഈ ആളുകൾക്കും കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നോടൊപ്പം ജോയിൻ ചെയ്യാം. പക്ഷേ ഇതൊരു പെയ്ഡ് സർവീസാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മിസ്റ്റേക്ക് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എത്ര ശതമാനമാണ് റിട്ടേൺസ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 12% നിങ്ങൾ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ മതി. നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലാഭം ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റോക്കിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണ്? സ്റ്റോക്കിലേക്ക് നിക്ഷേപിക്കുമ്പോൾ സ്റ്റോക്ക് ഹൈലി വോളറ്റൈലാണ്. എത്ര നല്ല കമ്പനിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. വലിയ വലിയ കമ്പനികളായിട്ടുള്ള HDFC ആണെന്നുണ്ടെങ്കിലും, കോട്ടക് ആണെന്നുണ്ടെങ്കിലും, ടാറ്റ മോട്ടോഴ്സ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വലിയ 5%, 10% ഒക്കെ കറക്ഷൻ കാണിക്കും. അപ്പോൾ ഇത് ഇത്ര ഹൈലി വോളറ്റൈലാണ്, ഹൈലി പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ സ്റ്റോക്കിനെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഫണ്ടമെൻ്റലി കമ്പനി സ്ട്രോങ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് കമ്പനീൻ്റെ നമ്പേഴ്സ്, PE റേഷ്യോ, മറ്റ് നമ്പേഴ്സ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ കമ്പനീൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ എല്ലാ ക്വാർട്ടറിലും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ക്വാർട്ടർ ടു ക്വാർട്ടർ ഇതിൻ്റെ പ്രോഫിറ്റിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നുണ്ടോ, റവന്യൂ കൂടുന്നുണ്ടോ, കമ്പനീൻ്റെ ഫ്യൂച്ചർ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എന്തെങ്കിലും കമ്പനിയുടെ പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ ഒരു ന്യൂസോ ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനീനെ സംബന്ധിച്ച് ഒരു ത്രെറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കമ്പനീനെ നമ്മുടെ പോർട്ട്ഫോളിയോന്ന് തന്നെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ചില കമ്പനികൾ ആഡ് ചെയ്യേണ്ടി വരും, ചില സാഹചര്യങ്ങളിൽ ചില കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോന്ന് കട്ട് ചെയ്യേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ സെൽ ചെയ്യേണ്ടി വരും. അപ്പോൾ പൊതുവെ ആളുകൾ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു പ്ലാൻ ഇല്ലാതെ
നമ്മുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് പലരും നിക്ഷേപിക്കുന്നത്. അപ്പം എങ്ങനെ നിക്ഷേപിക്കേണ്ടതുണ്ട്? നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷമാണ് നമ്മൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര റിട്ടേൺസ് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്ലാന് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം പോയിട്ട് ആ ക്യാപിറ്റൽ പോലും തിരിച്ച് കിട്ടുമോ എന്നുള്ളത് നമുക്ക് സംശയമായിരിക്കും. നിങ്ങൾ, ഞാനോ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റാളുകളോ എന്തെങ്കിലും യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ടോ ഇൻസ്റ്റഗ്രാമിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസാക്ഷിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പാടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ഫാമിലീനെയൊക്കെ വിട്ടിട്ട് പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടായിരിക്കും ജോലി ചെയ്ത് ഈ വരുമാനം ഉണ്ടാക്കുന്നത്. ഈ കിട്ടിയ പൈസ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ നിക്ഷേപിച്ചിട്ട് ആ പൈസ നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം മനസാക്ഷിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തോടു കൂടി ചെയ്യുക. ഞാനാണെന്നുണ്ടെങ്കിലും മറ്റാളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യൂല, എല്ലാവരും അവനവൻ്റെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഞാനിതെല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് യൂട്യൂബ് വരുമാനത്തിലൂടെയോ മറ്റാളുകൾ സർവീസ് എടുക്കുന്നതിലൂടെയോ വരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഒരാൾ പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കാണോ ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്കാണോ ലാഭം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പം നിങ്ങൾ ഈ ട്രേഡിങ്ങിൻ്റെ കോഴ്സുകളൊക്കെ വാങ്ങുമ്പോൾ എന്തുകൊണ്ട് ഈ ട്രേഡിങ് ഇത്രയും അടിപൊളിയായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർക്ക് ഇത് സ്വയം ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്കിത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ട്രേഡിങ്ങിൻ്റെ കോഴ്സുകളായിട്ട് ആളുകൾ വരുന്നതും വലിയൊരു ശതമാനം ആളുകൾ ഇതിൽ പെടുന്നതും. ഒരു 50,000 1 ലക്ഷമൊക്കെ മാക്സിമം ക്യാപിറ്റലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ട്രേഡിങ് കോഴ്സുകളുടെ പിന്നാലെ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്ര കുറഞ്ഞ ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടെ വലിയ സെറ്റപ്പിൽ ഒരു ടീം വർക്ക് ചെയ്യുന്നത്. ഇത് നാട്ടിൽ മലയാളികളുടെ ഇടയിൽ ഇത് അത്ര കോമൺ അല്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ വളരെ സുലഭമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഒരു 10-25,000 ക്യാപിറ്റലുള്ള ആളുകൾക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് എത്രയോ മടങ്ങ് വർദ്ധിക്കില്ല എന്നുണ്ടെങ്കിൽ എത്ര ശതമാനം റിട്ടേൺസ് കിട്ടും. വലിയൊരു ശതമാനം ആളുകളുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പം വിചാരിക്കും ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു പെർസെൻറ്റേജ് റിട്ടേൺസ് ഉണ്ട്, അതറിയാമോ? നിഫ്റ്റി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നത് ഓൺ ആൻ ആവറേജ് 12% റിട്ടേൺസ് ആണ് നിഫ്റ്റി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 20% റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% റിട്ടേൺസ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ പണിയൊന്നുമല്ല. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുക, വീണ്ടും ഒരു നഷ്ടം ഉണ്ടാക്കുക, വീണ്ടും ലാഭം ഉണ്ടാക്കുക, അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സക്സസ് ആവുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ട് 24% കൃത്യമായിട്ട് റിട്ടേൺസ് എല്ലാ വർഷവും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്രയോ ആ പൈസ ഇരട്ടിയാവും 3 വർഷം കൊണ്ട്. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം 2024 ഈ മാസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജൂലൈ 1-ാം തീയതി നിങ്ങൾ നിക്ഷേപിക്കാൻ 10 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 2027 ആകുമ്പോൾ നിങ്ങളെ 10 ലക്ഷം 20 ലക്ഷം 2030 ആകുമ്പോഴത്തേക്ക് ആ 20 ലക്ഷം 40ഉം 2033 ആകുമ്പോഴത്തേക്ക് അത് 80ഉം 2036 ആകുമ്പോഴത്തേക്ക് 1,60,00,000 ആയിട്ട് മാറും. അത് 10 ലക്ഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്രകാരം വളർന്നെങ്കിൽ. ഇത് പറയുമ്പോൾ കണക്ക് സിമ്പിളാണെന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളും എല്ലാം ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് ഫാമിലിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഫാമിലിക്ക് വേണ്ടിയിട്ട്. പലർക്കും മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, റിട്ടയർമെൻറ്റ് ലൈഫ്, ഒരു വീട്, കാറ്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾക്ക് പിറകെ ഓടുന്ന ഓട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, ഫൈനാൻസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ഫൈനാൻസ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം നമ്മുടെ പേഴ്സണൽ ഫൈനാൻസുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഫൈനാൻസിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഒരു പെന്നും പേപ്പറും എടുത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ ആസ്തികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ബാധ്യതകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എത്ര അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ വീടും പറമ്പും ഒന്നും നിങ്ങൾക്ക് വരുമാനമൊന്നും തരുന്നുണ്ടാവില്ല ഒരു പക്ഷേ. അഥവാ വരുമാനം തരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് എത്ര കൃത്യമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടെന്ന്. ആ വരുമാനം എത്രയാണെന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. ആ വരുമാനത്തിൽ നിന്ന് എത്ര ശതമാനം കണ്ട് നിങ്ങൾക്ക് നിക്ഷേപത്തിലേക്ക് മാറ്റാൻ പറ്റും,
എന്നുള്ളത് കൃത്യമായിട്ട് കണക്ക് കൂട്ടി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി നിക്ഷേപം ആരംഭിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 1 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ മിനിമം ഒരു 20,000 രൂപയെങ്കിലും മാറ്റി വെക്കാൻ പറ്റണം. നിങ്ങൾക്ക് 10,000 ശമ്പളമെങ്കിൽ അതിൽ ഒരു 2,000 രൂപയെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപത്തിലേക്ക് മാറ്റി വെക്കാൻ കഴിയണം അറ്റ് ദ മിനിമം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, 3,000 രൂപ വെച്ച് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് 1 കോടി രൂപയിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഒരു 25-30 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു മാസം 3,000 രൂപ മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ 3,000 രൂപ കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി എല്ലാ മാസവും നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ എല്ലാ വർഷത്തിലും നിങ്ങളൊരു 10% ടോപ്പപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SIP ചെയ്ത് മാത്രം 20 വർഷം കൊണ്ട് 1 കോടിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് 20 വർഷം കഴിഞ്ഞിട്ടുള്ള നിക്ഷേപത്തിൻ്റെ പ്ലാനിനെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കുന്നതിൽ എന്താ അർത്ഥം? ഇപ്പം എന്ത് കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം. നിങ്ങൾക്ക് ഒരു വർഷം മിനിമം 24% കിട്ടുന്ന രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ നിങ്ങൾക്കും ചെയ്തു എന്നെ പിന്തുടരാൻ പറ്റുന്നതാണ്. അത് നിക്ഷേപിക്കുന്നത് 5 ലക്ഷം രൂപേൻ്റെ ക്യാപിറ്റലിലാണ്. തുടങ്ങുന്നത് ജൂലൈ 1 മുതലാണ്. 5 ലക്ഷം രൂപേൻ്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ആ 5 ലക്ഷത്തിന് 7 ലക്ഷം ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിപ്ലോയ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. 5 ലക്ഷം 40% മിനിമം വളരുന്ന രീതിയിലാണ്. അത് അറ്റ് ദ വേഴ്സ്റ്റ് സെനേറിയോ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി വളരണം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരുകയാണെങ്കിൽ നിഫ്റ്റി 12% റിട്ടേൺസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ വർഷം നിങ്ങൾക്ക് ഒരു 18% മിനിമം റിട്ടേൺസ് കിട്ടും. കഴിഞ്ഞ ഒരു വർഷം നിഫ്റ്റി വളർന്ന് 26%. ആ സാഹചര്യത്തിൽ നമ്മുടെ പോർട്ട്ഫോളിയോ 60% വളർന്നിട്ടുണ്ട്. മുന്നോട്ട് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി വളർന്ന് 0.29%. നമ്മുടെ പോർട്ട്ഫോളിയോ വളർന്നിട്ടുള്ളത് 0.52%. ആ രീതിയിൽ മിനിമം ഇതിൻ്റെ ഒരു 1.5 മടങ്ങ് റിട്ടേൺസ് ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ള ആളുകൾക്ക് അത് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിക്ഷേപിക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്ര റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ മിനിമം 24% എല്ലാ വർഷവും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ചുരുങ്ങിയ വർഷം 3 മാസം കൊണ്ട് ഓരോ 3 മാസത്തിൽ 10,000 രൂപേൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും. അത് ഞാൻ ജൂലൈ 1 മുതൽ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഡിപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഡിപ്ലോയ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് റിട്ടേൺസ് ഞാൻ എന്നും കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിന് പിന്തുടരാവുന്നതാണ്. നമ്മുടെ ചാനലിൽ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഓപ്ഷൻ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ട, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ പ്ലാൻ എന്താണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്. നിങ്ങൾ എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊരു 30% 40% വളർത്താൻ മിനിമം പറ്റണം. നിങ്ങൾ എന്തൊക്കെ ട്രേഡിംഗ് സൈക്കോളജി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ട്രേഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവുക എന്ന് പറയുന്നത് ആണ് ആത്യന്തികമായിട്ട് ഇതിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ട്രേഡിങ്ങിൻ്റെ കോഴ്സിൻ്റെ പിന്നാലെ പോയിട്ടോ മെൻറ്റേഴ്സിൻ്റെ പിന്നാലെ പോയിട്ടോ നിങ്ങൾക്ക് ഇതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടാവില്ല. ഈ ട്രേഡിങ് ഓപ്ഷൻ ട്രേഡിങ് ചെയ്ത് ഫെയിലിയർ ആവുന്ന ആളുകൾ ചെയ്യുന്ന അടുത്ത സെറ്റ് ഓഫ് ട്രേഡിംഗ് ആണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളും അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്വിംഗ് ട്രേഡിങ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റുന്നില്ല. പക്ഷേ സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഒരു 2 വർഷം മുന്നേ സ്വിംഗ് ട്രേഡ് ചെയ്ത നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കുക. ആ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യുവേഷൻ എത്ര വിലയിലേക്ക് അത് കയറി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലോങ് ടേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ടാറ്റ മോട്ടോഴ്സ് ഒരു 60 രൂപ 70 രൂപയിൽ കിട്ടിയിരുന്ന സമയമുണ്ട്. അന്ന് സ്വിംഗ് ട്രേഡ് ചെയ്ത ആളുണ്ട്. ഇന്ന് ടാറ്റ മോട്ടോഴ്സ് എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ SBIയിൽ സ്വിംഗ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ SBI അന്ന് വാങ്ങിയ വില എന്തായിരുന്നു, ഇന്ന് വാങ്ങിയ, അതുപോലെ ഒരു 1000 കണക്കിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നോട്ടീസ് ചെയ്യുക. സ്വിംഗ് ട്രേഡിങ്ങോ ഓപ്ഷൻ ട്രേഡിങ്ങോ ഒന്നുമല്ല ഇതിനുള്ള സൊല്യൂഷൻ. കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടുള്ള നിക്ഷേപം, അത് കൃത്യമായിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന തരത്തിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ജൂലൈ 1 അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.